ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സ്നാക്ക് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ചെറുപഴമാണ്. ചെറുപഴവും ക്യാരറ്റൊക്കെ വെച്ചിട്ടാട്ടോ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി 3 ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഇതുപോലെ ഞാനത് നടുമുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈസൂർ പൂവൻ പഴമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇതുപോലെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിത് നല്ലൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. ഇതാ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റ്. ഇതുപോലെ ക്രഷ് ചെയ്തതാണ്. ഇതുപോലെ ചിരവിയെടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബ്രെഡ്, 1.5 ബ്രെഡ് ഞാനിതിലേക്ക് അതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് കൂട്ടുമ്പോൾ ഈ സ്നാക്കിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ബ്രെഡൊക്കെ ഒന്ന് അലിഞ്ഞ് വരും നമ്മൾ ഈ പഴത്തിൻ്റെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരണം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ സ്പൂൺ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ അപ്പസോഡൊന്നും ചേർത്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അപ്പസോഡൊന്നും ചേർക്കണമെന്നില്ല. അപ്പസോഡൊക്കെ ചേർക്കുമ്പോൾ നല്ല ബോൾ പോലെ പൊന്തി വരും. അപ്പോൾ അങ്ങനെയൊന്നും ചേർക്കണമെന്നില്ല, നമുക്ക് കഴിക്കാനല്ലേ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നമ്മൾ ആ ബ്രെഡ് ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. രണ്ട് വശവും ഒരുപോലെ മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പസോഡ ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ പൊന്തി വരാത്തത്. കാണാൻ ലുക്കൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മുഴുവനായും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക.